തുറന്നിട്ടാ നല്ല കാറ്റാ, AC-യുടെ ആവശ്യമേ ഇല്ല. പക്ഷെ നോക്കി തുറക്കണം. പിന്നെ വേസ്റ്റ് ഒന്നും ഓടെ കൊണ്ടേ ഇട്ടേക്കരുത്. ആ ഗേറ്റിന് മുന്നിൽ വെച്ചോളണം. കുടുംബശ്രീക്കാർ വന്ന് എടുത്തോണ്ട് പോയിക്കോളൂ കേട്ടാ. മദ്യപാനോ അടിയും വഴക്കോ ഒന്നും എന്റെ വീട്ടിൽ നടക്കത്തില്ല. അങ്ങനെ എങ്ങാനും ഉണ്ട് അപ്പ ഞാൻ ഇറക്കി വിടും. മൂപ്പര് ഭയങ്കര സ്ട്രിക്റ്റാ. വാസ്കോ, ഇയാള് കല്യാണം കഴിച്ച തന്നെയാണോ അല്ലെങ്കിൽ വല്ല ഉടായിപ്പാണോ? അല്ല, ഇവന്റെ കൂടെ വന്നതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടാ. അഡ്വാൻസ് ഞാൻ മേടിച്ചോളാം കേട്ടാ. എന്റെ അമ്മയ്ക്ക് ഒരു AC ഓടിച്ചു കൊടുക്കും. എന്ത് ചൂടാണ്. ഇതൊക്കെയാണ് ചെളി പാട്ടുകളാണ്. നമുക്ക് പറ്റുന്നൊന്നും ഓക്കെ ആവുന്നവരെ എന്റെ വീട്ടിൽ തന്നെ നിന്നാ പോരെ. അത് വേണ്ടല്ലേ, ഇത് ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. ഇവിടെ ഒരു സോഫ സെറ്റ്, പ്ലാസ്റ്റിക് മതി. പിന്നെ ഇവിടെ ഒരു കട്ടിലിടാം, അവിടെ ഒരു അലമാര വെക്കാം. പിന്നെ ഇത്ര സ്ഥലമുള്ളല്ലേ. നമുക്കിപ്പോ വേണ്ടത് അതൊന്നുമല്ല. പിന്നെ ഒരു 10 കിലോ അരിയും കുറച്ച് പയറുവാ. ഓ, എന്നാ അതിന്റെ കൂടെ ഒരു കലവും കൂടി വാങ്ങിച്ചു. മിന്നു കെട്ടി കൂടെ കൂട്ടിയിട്ട് നിന്റെ ഒരാഗ്രഹം എനിക്ക് നടത്തി തരാൻ പറ്റുന്നില്ലല്ലോടി. അച്ചാച്ചൻ ഇപ്പൊ വിചാരിച്ചാ ഒരാഗ്രഹം നടത്തി തരാൻ പറ്റും. അതല്ലേ നിന്റെ വയറ്റിൽ കിടക്കുന്നത്, വേറെ എന്തുവാ? എനിക്ക് ഒരു മസാല ദോശ വാങ്ങിച്ചു തരൂ. മുക്കാപ്പവനേ ഉള്ളൂ. 9,000 രൂപ വരെ കിട്ടും. അത് മാക്സിമം ആണോ? അതെ, മാക്സിമം ആണ്. ഇതിൽ കൂടുതൽ കിട്ടില്ല. നമുക്കെന്നാ വിറ്റാലോ? നിന്റെ അപ്പൻ ജോസഫ് വള്ളവും വിലയും വിറ്റ കാശിന് വാങ്ങിച്ചെന്ന മാലയത് വിറ്റാലേ ഈ മാല തിരിച്ചു കിട്ടത്തില്ല. പണയം മതി. ശരി, എന്നാ പൈസ. ഓക്കെ സാർ. അതിലൊന്നിന് 75 രൂപയാ മോളെ, മുതലാകത്തില്ല. നമുക്കേ തൽക്കാലം ഈ 14 രൂപയുടെ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാം. അച്ഛനോട് ഇച്ചിരി കാശൊക്കെ നോക്കട്ടെ, നിനക്ക് ഞാൻ വെള്ളിയുടെ ഗ്ലാസ് വാങ്ങിച്ചു തരും കേട്ടോ. ചേട്ടാ, അമോണി ഇടാത്ത മീൻ കിട്ടാൻ വകുപ്പുണ്ടോ? ഹാർബറിൽ വന്നാ മതി. ഗേറ്റ് വന്നിട്ട് തക്കോട് പാർത്തനെ അന്വേഷിച്ചാ മതി. വരുമ്പോ 6 മണിക്ക് മുമ്പ് വരണം. അയ്യേ, ഇത്രയും നിയമൊക്കെ പറഞ്ഞ് ഇതാ നിങ്ങളെ പണി. പിന്നെ നിന്റെ വായെ കൊണ്ടേ തട്ടുവോ? ചാളത്തലായോണ്ട് പ്രശ്നമില്ല. വല്ല കാര്യമുള്ള കാര്യമാണ്. അവരെത്തിയല്ലോ. എടാ, ഒന്ന് വിളിച്ചിട്ട് വരാറുന്നില്ലേ? കുറെ നേരമായി വന്നിട്ട്. ഞങ്ങളിപ്പോ വന്നിട്ടേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും എവിടെ പോയിനി? കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ പള്ളിയിലും ഒന്ന് കയറി. വാ, അതോട്ട് കയറി. ഈ പച്ചക്കറി മൊത്തം വിഷാട്ടോ. തൽക്കാലം ഇങ്ങോട്ടിരിക്കേ. അമലേ, ചായ. ഞാൻ നിന്നോളാം. ഒടുക്കത്തെ ചൂടാണല്ലോ. എടാ, കുറച്ച് ഫർണിച്ചറൊക്കെ വാങ്ങിക്കാലോ, അതിന് സമയമുണ്ടല്ലോ. അങ്ങോട്ട് കയറ്റി വെക്ക്. അവിടെ അങ്ങോട്ട്. എടാ, മേലെയുള്ള എടുക്ക്. ഇത്രയും സാധനങ്ങൾ ഈ വീട്ടിൽ കയറുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മളെ തിരിച്ചു കൊണ്ടുകൊണ്ട് വരും. ഹലോ, ഡേയ്, എന്തൊരു ഉറക്കമാണിത്? വീടെടുത്തോണ്ട് പോലും അറിയില്ലല്ലോ. എന്തുവാടാ ഇതൊക്കെ? എടേ, നമ്മുടെ വീട്ടിൽ കിടന്ന കുറച്ച് സാധനങ്ങളാ. കുറച്ചാളോടെ കിടക്കട്ടെ. ഞാൻ ഈ പുതിയ മേടിക്കും, ഞാൻ എടുത്തോടാ. പക്ഷേ ആ ബൈക്ക്, അത് നീ പൊന്നു പോലെ നോക്കണം. വാപ്പച്ച് ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ട് മേടിച്ച വണ്ടിയാ. കുറച്ച് പ്രായക്കൂടുതലുണ്ട്, അതിൻ്റെതായ ചെറിയ കുഴപ്പങ്ങളും. നിനക്ക് ആവശ്യം വരും. കിടന്നോടിക്കോളും, ബംഗാളി പണിക്കാരെ പോലെയാ. അതെന്താ?
100 രൂപയുടെ പെട്രോൾ അടിച്ചാൽ 500 രൂപയുടെ ഓട്ടോ ഓടും. സൂപ്പറാ. 100 രൂപക്ക് പെട്രോൾ അടിച്ചിട്ടേ 500 രൂപ പെട്ടിയോടെ കൊടുത്താൽ അതോടും. ഓടെ എവിടെ? മാൻഡ്രേക്ക്. എന്തെങ്കിലും ഒന്ന് പോസിറ്റീവ് ആയിട്ട് പറയടാ. നിശേ 2 ചായ എടുത്തേ. അത് പോസിറ്റീവ് അല്ലേ? അത് പോസിറ്റീവ്. അവന്റെ കുഞ്ഞമ്മയുടെ ഡേ പോസിറ്റീവ്. ആ കുറ്റിയിട്. അതിങ്ങതാ. ഡേയ് നല്ല അലച്ചിലാണല്ലേ? ആ, തോപ്പുംപടിയിലെ സോണി ഡയറക്ടറിന്റെ പുതിയ ഓഫീസിലൊരു ടെക്നീഷ്യൻ ഒഴിവുണ്ടെന്ന് കേട്ടു. അവിടം വരെ ഒന്ന് പോയി നോക്കണം. ചായ. അനിലേ, പ്രസ്സിലേക്കൊരു വേക്കൻസി ഉണ്ട്. താൻ അമലെ വിടുവോ? ഞാൻ നോക്കിക്കൊള്ളാടോ. ഓ, അത് ശരിയാത്തില്ല. എന്തോന്ന്? ഒന്നും കുഴപ്പമൊന്നുമില്ല. ചുമ്മാ. ഡേ അവിടെ ആകുമ്പോൾ ഇവളുടെ ബോറടി മാറും. ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കില്ലേ? താങ്ക്സ്. ഏയ് എന്തോന്ന് ഫോർമാലിറ്റി ഒക്കെ? ഏയ് വാ. ഗുഡ് നൈറ്റ്. ഓക്കെ അല്ലേ അച്ഛൻ? കൊള്ളാം. ഈ എന്നതാ അതിന്റെ പേര്? അനിൽ. നായരാന്നോ? അല്ല, ക്രിസ്ത്യാനിയാ. അനിൽ ആൻഡോ. ആൻഡോ ആണോ? എന്നാ പിന്നെ കാപ്പി കുടിച്ചു പോയാ മതി. വേണ്ടച്ചോ, വേറെ ഉണ്ട് 2-3 വർക്കേ. അച്ചോ, എന്നതാടാ? ആ ഡാറിയം വന്ന് നിൽപ്പുണ്ട്. ദേ വരുന്നു. അയ്യോ വേണ്ടച്ചോ, ഞാൻ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചോളാം. ഇരിക്കട്ടെ, ഞായറാഴ്ച മുടങ്ങാതെ പള്ളിയിലൊക്കെ വരണം. ഓ ആയിക്കോട്ടെ. പോട്ടെ ചോ. എന്താടാ ഡാർവിനെ പതിവില്ലാതെ പള്ളിയിലേക്ക്? സ്തുതിയായിരിക്കട്ടെ അച്ഛാ. അത് കൊള്ളാമല്ലോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ അച്ഛാ. വേറൊന്നുമല്ല അച്ഛാ, നമ്മുടെ പുണ്യാളന്റെ പള്ളി ഇങ്ങനെ കിടന്നാ മതിയാ. നിർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ പള്ളിയുടെ പണി എത്രയും പെട്ടെന്ന് തുടങ്ങണം അച്ഛാ. ആ റിസോർട്ടുകാരൻ മാപ്പിള സ്റ്റേ ഒന്ന് പിൻവലിക്കണ്ടായോടാ? അച്ഛാ, മാപ്പിളയുടെ ഷർട്ട് ഇടുന്ന ആരെയൊക്കെ ഞാനേറ്റ് പള്ളി പണി എന്ന് തുടങ്ങാൻ പറ്റുന്ന അച്ഛനിങ്ങാട് പറഞ്ഞാൽ മതി. അല്ല, നിനക്കെന്താടാ ഡാർവിൻ ഇപ്പോഴിങ്ങനെ തോന്നാൻ? അത് നേര് പറഞ്ഞ ഞാൻ നമ്മുടെ പുണ്യാളിനെ സ്വപ്നം കണ്ടച്ചാ. ഡാർവിനെ, ഇനി നീ നന്മയുടെ വഴിക്കടെ സഞ്ചരിക്കണമെന്ന് പുണ്യാളൻ എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ പഴയ ഡാർവിനല്ല അച്ഛാ. എൻ്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായിട്ട് എനിക്ക് എൻ്റെ കാശ് കൊണ്ട് തന്നെ നമ്മുടെ പുണ്യാളിൻ്റെ പള്ളി പണിയുന്നു. അതെൻ്റെ ഒരു നേർച്ചയാണ് അച്ഛാ പുണ്യാളിനോട്. അല്ലച്ചോ, ഈ ഡാർവിന് ദർശനം കിട്ടിയെന്ന് പറയുന്നതൊക്കെ ഉള്ളതാണോ? ആർക്കറിയാം. അല്ല, അച്ഛന് ദർശനം കിട്ടിയിട്ടുണ്ടോ? നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? എനിക്ക് ദർശനം കിട്ടിയ കാര്യമോ അതോ ഡാർവിന് ദർശനം കിട്ടിയ കാര്യമോ? ഞാൻ പിന്നെ പുണ്യാളെ കാണാതിരിക്കൂടാ മണ്ട. ഏതായാലും പണി നടക്കട്ടെ. അച്ഛോ, ഈ ഗൊറില്ല കുറച്ച് ദിവസമായിട്ട് ഇവിടെ നിന്ന് താളം പിടിക്കണ്ടല്ലോ. ആൻസർ ടീച്ചറായിട്ട് എന്തോ ഒരു പാട്ട് കുർബാന നടക്കണ്ടോ? ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ. നീ എന്താടാ ഇവിടെ നിൽക്കുന്നേ? പണി നടക്കുന്ന അവിടെ ഇല്ലയോ? അതാ ഒരു പണിതോളൂ അച്ഛാ. പൊടി പൊടി പപ്പടം, കണ്ണുള്ള പപ്പടം, കവിളുള്ള പപ്പടം, അമ്മ കാച്ചും പപ്പടം, താഴെ വീണു പോയി. നല്ലോണം പ്രാർത്ഥിച്ച അച്ചാച്ചനെ തിരിയൊന്ന് കത്തിച്ചേ. മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ചാണ് കത്തിക്കുക. 9 ആഴ്ച മുടങ്ങാണ്ട് കത്തിച്ച ആഗ്രഹിച്ച കാര്യം നടക്കും.
കൊട്ടാരക്കരയിൽ നിന്ന് കൊച്ചി എത്തിയപ്പോൾ കുറച്ച് വിശ്വാസം കൂടിയിട്ടുണ്ട്. അഹങ്കാരം പറയാതെ കത്തിച്ചേ.